ഹലോ മക്കളെ, നമ്മൾ ഇന്ന് പാർട്ട് 5 പഠിക്കാൻ പോകുന്നത് എൻസിഇആർടി എക്സസൈസ് 1.1 ആണ്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഫസ്റ്റ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3 ആണ്. ക്ലിയർ? യെസ്. അപ്പൊ നമുക്ക് എക്സസൈസിലേക്ക് പോവാം. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 1, എക്സ്പ്രസ് ഈച്ച് നമ്പേഴ്സ് ആസ് പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ്. ഇവിടെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്, അതിന്റെ പ്രൈം ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇവിടെ 140 അത് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് അതെടുത്തിട്ട് ചെയ്യാം. 140 ഇപ്പൊ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോവാണ് സാർ. 140 പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 2 വെച്ച് നിങ്ങൾ ഡിവൈഡ് ചെയ്യുക ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ 14ൽ 2 എന്ന് പറയുന്നത് 7 ടൈംസ് പോവും. ഓക്കെ, 0 താഴേക്ക് ഇറക്കി എഴുതാം. ഓക്കെ, അപ്പൊ 70. ഓക്കെ, ക്ലിയർ. ദെൻ അഗെയിൻ 2 വെച്ച് ചെയ്യുമ്പോൾ 7ൽ എത്ര ടൈംസ് പോവും? 3 ടൈംസ് പോവും. 3 2 6. ഓക്കെ, ഇവിടെ 10 ആവും. 10ൽ 2 5 ടൈംസ് 35. ഓക്കെ, ക്ലിയർ. സോ അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 3ൽ 2 1 ടൈംസ് പോവും. 15 വരും. അപ്പൊ 15 എന്താണ്? പോവില്ല. അപ്പൊ നമുക്ക് 2 വെച്ച് പോകാൻ പറ്റും. ഇനി 3 വെച്ച് നോക്കാം. 3ൽ 3 ആണ് 1 ടൈംസ്. 5ൽ 3 പോവോ? ഇല്ല. അപ്പൊ 3യും വെച്ച് പറ്റില്ല. അപ്പൊ നമുക്ക് എന്താണ്? 5 വെച്ച് നോക്കാം. ഓക്കെ, 5 വെച്ച് പോകുമ്പോൾ 3ൽ പോവില്ല. 35ൽ എത്ര പ്രാവശ്യം പോവും? 7 ടൈംസ് പോവും. ക്ലിയർ? ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പൊ 2, 2, 5, 7 ഇതാണ് ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ. എക്സ്പ്രസ് ഈച്ച് നമ്പർ ആസ് എ പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് പ്രൈം ഫാക്ടേഴ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഉത്തരം എഴുതാം. 140 ഈക്വൽ ടു 2 ഇൻറ്റു 2 ഇൻറ്റു 5 ഇൻറ്റു 7. ക്ലിയർ? അപ്പൊ 2 നമുക്ക് ഇവിടെ എത്ര ടൈം വരുന്നുണ്ട്? 2 1 1 അല്ല, 2 തവണ വരുന്നുണ്ട്. അപ്പൊ 2 റേസ് ടു 2 എന്ന് എഴുതണം. ഇൻറ്റു 5 ഇൻറ്റു 7. ക്ലിയർ? സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഈ നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ 156 ആണ്. അപ്പൊ ഇതുപോലെ തന്നെ 156നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഇപ്പൊ 2 വെച്ച് സാറ് ഫാക്ടറൈസ് ചെയ്യാൻ നോക്കി. അപ്പൊ 15ൽ 2 എത്ര തവണ പോവും? 7 2 14. 7 ടൈംസ് 16. 16ൽ 2 എത്ര പ്രാവശ്യം പോവും? 8. അപ്പൊ 2 വെച്ച് പോയി. അഗെയിൻ 2. 7ൽ 2 എന്താണ്? 3 2s are 6 അല്ലെ? അപ്പോ 3 ടൈംസ് 18. 18ൽ 2 എന്ന് പറയുന്നത് 9. അപ്പൊ 39 കിട്ടി. അഗെയിൻ എന്താണ്? 2 വെച്ച് പോവോ? ഇല്ല. നോക്കാം നമുക്ക്. 3ൽ എന്താണ്? 1 ടൈംസ്. ദെൻ 19 വരും. 19ൽ 2 പോവില്ല. ദെൻ 3 വെച്ച് പോകും നോക്കാം. 3ൽ 3 1 ടൈംസ്. 9ൽ എന്താണ്? 3 ടൈംസ്. ഓക്കെ, ക്ലിയർ. 13 എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൈം എന്താണ്? നമ്പർ ആണെന്ന് നമുക്ക് അറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് പിന്നെ ഫർദർ ചെയ്യേണ്ട. അഗൈൻ 13ൽ എന്താണ്? 1 ടൈംസ്. സോ ദ ആൻസർ ഈസ് 156 ക്യാൻ ബി റിട്ടൺ ആസ് 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 30. 3 ഇൻറ്റു 30. സോ ഇവിടെ 2 ടൈംസ് വരുന്നുണ്ട്. അപ്പൊ 2 സ്ക്വയർ ഇൻറ്റു 3 ഇൻറ്റു 30. സോ ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ? യെസ്. നെക്സ്റ്റ് വരുന്നത് 3825 ആണ്. ഓക്കെ, അപ്പൊ 3825നെ നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. 3825. ക്ലിയർ? ഓക്കെ, ഇപ്പൊ 3825നെ ഇവിടെ 5ൽ അവസാനിക്കുന്നത് കണ്ടോ? 5ൽ അവസാനിക്കുന്നതൊക്കെ മിക്കവാറും 5 വെച്ച് പോവും. അതുപോലെ തന്നെ 3 വെച്ചും പോവും. നമുക്ക് 3 വെച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. 3. അപ്പൊ 3ൽ 3 1 ടൈംസ് പോവും. ഓക്കെ, ക്ലിയർ. 8ൽ 3 എത്ര പ്രാവശ്യം പോവും? 3 ഇൻറ്റു 2 6. 2 തവണ. അപ്പൊ 3 2 6 കഴിഞ്ഞ സിസ്റ്റം റിമൈൻഡർ 2 വരും. അപ്പൊ 22 ആയി. 22. ഓക്കെ, 22ൽ എത്ര തവണ പോവും? 7 7. 7 3 21. സിസ്റ്റം 1 15 ആയി. 15ൽ 3 എന്താണ്? 5 ടൈംസ്. ഓക്കെ, 1275. അഗെയിൻ വീണ്ടും എന്താണ്? 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ 12ൽ 3 4 ടൈംസ്. 7ൽ 3 2 ടൈംസ്. റിമൈൻഡർ 1. 15ൽ എത്ര തവണ പോവും? 5 ടൈംസ്. ഓക്കെ, 15. വീണ്ടും നമുക്ക് എന്താണ്? 3 വെച്ച് പോവാൻ നോക്കാം. 3 വെച്ച് നോക്കുമ്പോൾ 4ൽ എന്താണ്? 1 ടൈംസ്. ദെൻ 12ൽ എന്താണ്? 4 ടൈംസ്. 5ൽ പോവില്ല. സോ 3 വെച്ച് പോകത്തില്ല. ക്ലിയർ? അപ്പൊ പിന്നെ നെക്സ്റ്റ് എന്താണ്? 5 ആണ്. 4ൽ പോവില്ല. 42ൽ നോക്ക്. 42ൽ 8 5 40 അല്ലെ? 8 5s are 14. ദെൻ 2 റിമൈൻഡർ വരും. 25. 25ൽ 5 ടൈംസ്. ക്ലിയർ? അപ്പൊ 85 പോയി. ഇനി ഇതിനകത്ത് 85 ആണ്. 5ൽ അവസാനിക്കുമ്പോൾ നമ്മൾ 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് 1 ടൈംസ് അല്ലെ?
ഒരു 5 സിസ്റ്റം റിമൈൻഡർ 3 വരും. 35 7. 17 എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ ആണ്. അപ്പൊ 17 തന്നെ ഇവിടെ ഇടാം. സോ ദിസ് ഇസ് 17. സോറി 1. ഓക്കെ. സോ ഇവിടെ വന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത് 3825 is equal to 3 2 ടൈംസ് വരുന്നുണ്ട്. 3 into 3 into 5. 5 രണ്ട് തവണ വരുന്നുണ്ട്. into 5 into പിന്നെ ലാസ്റ്റ് വരുന്നത് 17. ഓക്കെ. അപ്പൊ ഇത് എടുത്ത് എഴുതുമ്പോൾ 3 2 ടൈംസ് വരുന്നുണ്ട്. 3 സ്ക്വയർ into 5 രണ്ട് തവണ വരുന്നുണ്ട്. 5 സ്ക്വയർ into 17. സോ ദിസ് ഈസ് ദി ആൻസർ. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 5005 ആണ്. ഓക്കെ. അപ്പൊ അഗെയിൻ 5005നെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ. ഇവിടെ 5ൽ അവസാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് 5ല് ഈസി ആയിട്ട് പോകും. 5ല് 5 1 ടൈംസ് പോവും. 0ൽ ഒന്നും പോകില്ല. അപ്പൊ ഇറക്കി എഴുതാം. 5ല് 5 1 ടൈംസ്. ഓക്കെ. ക്ലിയർ? പിന്നെ ഇത് 5ൽ പോകില്ല, കാരണം 5ൽ അവസാനിച്ചിട്ടില്ല. 2ൽ പോകില്ല. 3ൽ പോകുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. 3 നോക്കിയ 10ൽ 3 എത്ര പ്രാവശ്യം 3 3 പ്രാവശ്യം പോവും. അഗെയിൻ 10 വരും. 3 പ്രാവശ്യം പോകും. 11 വരാം. അപ്പൊ 11ൽ പോകില്ല ലാസ്റ്റ്. പിന്നെ ഈ 1 അവസാനിക്കുന്നത് നമ്മളിങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഒന്നൊക്കെ ഈ ലാസ്റ്റ് 1 വരുന്നത് ഏതിന്റെയൊക്കെ ഫാക്ടേഴ്സിലാണ് ലാസ്റ്റ് 1 വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതൊക്കെ സംഖ്യകൾ മൾട്ടിപ്ലൈ ആണ് ലാസ്റ്റ് 1 വരുന്നത്. ഇപ്പൊ 11 ഒക്കെ ചെയ്താൽ 1 വരും. അതുപോലെ തന്നെ നമുക്ക് 7 into 3 21 അപ്പോഴൊക്കെ 1 വരുന്നുണ്ട്. കണ്ടോ? അപ്പൊ നമുക്ക് ഈ 7 ഒക്കെ ഒന്ന് വെച്ച് നോക്കണം. 7 ഇതിനകത്ത് പോകും നോക്കണം. ക്ലിയർ? 10 7 10 എത്ര തവണ പോകും? 10ൽ 7 1 ടൈംസ്. ഓക്കെ. ബാലൻസ് ഇവിടെ 3 വരും. ഓക്കെ. 30ൽ 7 എത്ര പ്രാവശ്യം പോകും? 7 4 28. അപ്പൊ 4 തവണ പോകും. ഓക്കെ. 7 4 28. റിമൈൻഡർ 21. 21ൽ 3 143. ഓക്കെ. 143 എന്ന് പറയുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ 11 into 1 11 ആണ്. 11 into 2 എന്താണ് 22 ആണ്. 11 into 3 എന്താണ് 33 ആണ്. അപ്പൊ 3 ഒക്കെ ബാലൻസ് വരുന്നത് 11 വെച്ചൊക്കെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് 11 വെച്ച് നോക്കാം. 11 വെച്ച് നോക്കുമ്പോൾ 14ല് 11 എത്ര തവണ പോകും? 1 ടൈംസ് പോകും. ഓക്കെ. ബാക്കി ഇവിടെ എന്തുണ്ട്? 3 ഉണ്ട്. അപ്പൊ 33 ആണ്. 33ല് എത്ര തവണ പോകും? 3 ടൈംസ് പോകും. സോ 30. ക്ലിയർ? സോ 13ല് 1 ടൈംസ്. So the final answer is 5005 is equal to 5 into 7 into 11 into 30. Clear? Yes. So this is the answer. Okay. Next. അടുത്ത് വരുന്നത് 7429 ആണ്. 7429 എന്ന് പറയുന്നത് ഇച്ചിരി പണിയാണ്. കാരണം നമ്മൾ ചെറിയ സംഖ്യകളൊന്നും അതിൽ പോവില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 2ഉം 3ഉം ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ ഒന്നും പോണാണില്ല. 2 പോവില്ല, 3 പോവില്ല, പിന്നെ അടുത്ത നമ്പർ 5 പോവില്ല, 7 പോവില്ല. ഓക്കെ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. 11 പോവില്ല. ഓക്കെ. പിന്നെ ആരാണ് 13 പോവില്ല. എന്താണ് 17ൽ എത്തുമ്പോൾ അത് പോകും. അപ്പൊ ഈ 7 കണ്ടോ? 7 into 7 എന്താണ് 49 ഉണ്ടോ? അപ്പൊ 9ൽ അവസാനിച്ചിട്ടുണ്ടോ? അപ്പൊ നമ്മൾ 7 വരുന്ന സംഖ്യകളൊക്കെ എടുക്കണം എന്നുള്ള ഒരു ബോധം വേണം. അപ്പൊ നമുക്ക് എന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പൊ വലിയൊരു നമ്പർ അല്ലേ? അപ്പൊ 17ൽ ഇതിനകത്ത് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എന്താണ് ആൻസർ. ഇപ്പൊ 7429 നമ്മൾ 17ൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 74ൽ 17 എത്ര പോകും നോക്കണം. ഓക്കെ. ഇപ്പൊ 74 എന്ന് പറയുമ്പോൾ 17 into നമുക്കൊരു 5 ചെയ്ത് നോക്കാം. 5 ശിഷ്ടം 3 ഒരു 5 3 8 85ആണ്. അപ്പൊ 5 ചെയ്യുമ്പോൾ തന്നെ എന്താണ് 85ആണ്. ഇപ്പൊ നമ്മൾ 5ഉം 10 അങ്ങനെയുള്ള സംഖ്യയിലിട്ട് ആദ്യം നോക്കുക. അപ്പൊ 5 അല്ലല്ലോ, 5നേക്കാൾ താഴെ ആയിരിക്കണം. അപ്പൊ 17 into 4 ചെയ്യുക. 74 28 8 ശിഷ്ടം 2 2 68 വരുന്നത്. 68 വരുന്നത്. സോ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4 ടൈംസ് പോകും എഴുതാം. ഓക്കെ. 4 ടൈംസ് പോകും. 68 ആണ് വരുന്നത്. അപ്പോ 74 minus 68 എത്രയാണ്? 8ഉം 2ഉം 10 4 8ഉം 6ഉം 14 സിസ്റ്റം 1 0 6 ആണ്. അപ്പൊ ഇവിടെ 6 ആണ് റിമൈൻഡർ വരാം. അപ്പൊ ഇത് എന്തായി മാറി? 62 ആയി. കണ്ടോ? ദിസ് ബിക്കം 62. 62ൽ 17 എത്ര പ്രാവശ്യം പോകും? 68ൽ 4 ടൈംസ് പോകുന്നുണ്ട് അല്ലെ? അപ്പൊ 62ൽ സ്വാഭാവികമായിട്ടും 3 ടൈംസ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ 17 into 3 ചെയ്ത് നോക്കാം. 7 3 21 സിസ്റ്റം 2 1 3 3 3 2 5 51 ആണ് അല്ലെ? അപ്പം 51 പോകും 3 ടൈംസ്. എന്നിട്ട് 62ൽ നിന്ന് ആ 51 കുറയ്ക്കാം. 1 11
അപ്പൊ എത്രയാണ് റിമൈൻഡർ വരിക? റിമൈൻഡർ വരുന്നത് 11 മനസ്സിലായോ? 11. സോ 11 നിങ്ങൾ വിടുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 119. ഓക്കെ, ഈ 119 എത്ര പ്രാവശ്യം 17 പോകുമെന്ന് അറിയോ? അപ്പൊ ഇവിടെ 9 അവസാനിച്ചേക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അത് 7 ടൈംസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 119 17 ഇൻറ്റു 7 ചെയ്ത് നോക്കാം. 7 49 ശിഷ്ടം 4 ഒരു 7 4 11. കണ്ടോ? അപ്പൊ കറക്റ്റ് ആയിട്ട് പോകും. സോ ദിസ് ഹിയർ ദ ആൻസർ ഈസ് എന്താണ്? 7. 437. ഓക്കെ, ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും 17 പോവില്ല. അടുത്ത സംഖ്യ 19 ആയിരിക്കും അതിനകത്ത് പോവുക. 19 നിങ്ങൾക്ക് പോകുന്നത് എന്ന് പറയുന്നത് 19 ഇൻറ്റു എന്താണ് നെക്സ്റ്റ് പ്രൈം നമ്പർ ആയ 23 ആയിരിക്കും ഇവിടെ ആൻസർ വരാം. ഓക്കെ, നിങ്ങൾ ഈ 437 90 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് 23 കിട്ടും. കാണിച്ചു തരാം സാർ. 437 ഡിവൈഡ് ബൈ 90. അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം 43 എടുക്കും. 43 90 എത്ര പ്രാവശ്യം പോകുള്ളൂ? 2 ടൈംസ് പോകുള്ളൂ. 19 ഇൻറ്റു 2 2 8 ശിഷ്ടം 1 2 1 3 38. കണ്ടോ? അപ്പൊ 43 ഇവിടെ കിടക്കുന്നത്. അപ്പൊ 38ഉം 43 തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 3 5 ആണ്. 57 വരും. ഓക്കെ, 57 19 പ്രാവശ്യം പോകും. 3 ആകും. 9 2 27. കണ്ടോ? 9 ഇൻറ്റു 3 2 1 3 2 5 57. ക്ലിയർ? സോ ഇവിടെ വരുന്ന ആൻസർ 17 19 23. സ്ഥലം എഴുതാൻ. അപ്പോ ഇതിന്റെ ആൻസർ ലാസ്റ്റത്തെ ആൻസർ എന്ന് പറയുന്നത് പ്രൈം ഫാക്ടർ സെയിം 17 ഇൻറ്റു 19 ഇൻറ്റു 23. ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ? യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2. Find the LCM and HCF of the following pairs of integers and verify that LCM into HCF is equal to product of the two numbers. അപ്പൊ ഇതിന്റെ ക്ലാസ്സുകളൊക്കെ പാർട്ട് 2 പാർട്ട് 3 2 ആയിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവങ്ങൾ. അപ്പൊ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ട് അത് മനസ്സിലാക്കിയതിനു ശേഷം എക്സസൈസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വരുന്നത് 26ഉം 91. അപ്പൊ ഇവർ പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് LCM ആൻഡ് HCF. LCM HCF കണ്ടുപിടിക്കണം. എന്നിട്ട് LCM HCF കൂടി ഗുണിക്കുമ്പോൾ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ദി ടു നമ്പേഴ്സ് ആണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് 26ന്റെയും 91ന്റെയും എന്താണ് LCMും HCF നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അപ്പൊ 26നെ നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുക. 26 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ്. സോ യു വിൽ ഗെറ്റ് 13. ഓക്കെ, അപ്പൊ ഇത് പ്രൈം നമ്പർ ആണ്, പിന്നെ അങ്ങനെ ചെയ്യണ്ട. അപ്പൊ 2 ഇൻറ്റു 30. നെക്സ്റ്റ് 91. 91ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 91നെ നിങ്ങൾക്ക് 1 എന്ന് പറയുമ്പോൾ 7 21 7 വെച്ച് ചെയ്യാം. 1 7 23 13. ഓക്കെ, സോ ഹിയർ ദിസ് ഇസ് ഈക്വൽ ടു 17 ഇൻറ്റു 30. ക്ലിയർ? ആൻഡ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ HCF. HCF എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് അത് എഴുതുക. 13 ആണ്. ദെൻ LCM എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള എല്ലാ നമ്പറും എഴുതണം. 2 ഇൻറ്റു 7 ഇൻറ്റു 30. അതിനകത്ത് ഏറ്റവും പവർ കൂടി ഇതിന്റെ പവർ 1 ആണ്. അപ്പൊ നമ്മളിവിടെ ഇത് 1 തന്നെയാണ്. 7 തന്നെയാണ്. ഓക്കെ, 13 തന്നെയാണ്. സോ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 14 ആണ് കിട്ടുക. ഇൻറ്റു 30. 14 ഇൻറ്റു 30 4 3 12 ശിഷ്ടം 1 ഒരു 3 1 4 ഒരു 4 4 ഒരു 1 2 8 182. സോ ദ ആൻസർ ഈസ് 182. ദിസ് ഈസ് എന്താണ്? LCM. ഓക്കെ, എന്താണത്? LCM. അപ്പൊ LCM കിട്ടി 182, HCF കിട്ടി 30. ക്ലിയർ? ഇവര് പറയണത് LCM ഇൻറ്റു HCF ചെയ്യാം. LCM ഇൻറ്റു HCF എന്ന് പറയുമ്പോൾ ഇവിടെ 13 ഇൻറ്റു 182 ചെയ്യണം. 13 ഇൻറ്റു 182. സോ 3 2 6 8 24 4 ശിഷ്ടം 2 ഒരു 3 2 5. ഓക്കെ, ഒരു 2 2 ഒരു 8 8 ഒരു 1. സോ 6 6 8 5 13 3 ശിഷ്ടം 1 2. സോ ഫൈനൽ ആൻസർ 2366. ക്ലിയർ? അപ്പൊ LCM ആൻഡ് HCF രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അത് എന്തിന് ഈക്വൽ ആണ് തെളിയിക്കണം? പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്പർ നിങ്ങൾ 26ഉം 91ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് തന്നെ കിട്ടും എന്ന് നിങ്ങൾ തെളിയിക്കണം. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എടുക്കേണ്ടത് 26ഉം 91 ആണ്. 26 ഇൻറ്റു 91 ഒരു 6 ഒരു 2 2 96 50 എത്രയാണ്? 96 54 4 ശിഷ്ടം 5 92 18 18ഉം 2ഉം 20 23. ഓക്കെ, സോ 6 6 3 2. ക്ലിയർ? സോ ഇതും സെയിം ആയില്ലേ? സെയിം ആയി. സോ
നമ്മുടെ ഉത്തരം കഴിഞ്ഞു. എന്താണ് നമ്മൾ ചെയ്തത്? LCM കണ്ടുപിടിച്ചു, HCF കണ്ടുപിടിച്ചു, HCF കൂടി മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ സംഖ്യകൾ തമ്മിൽ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ? സോ ആ സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? അത് തന്നെയായിരിക്കും LCM HCF മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുക. ഓക്കെ, ക്ലിയർ? യെസ്. നെക്സ്റ്റ് വരുന്നത് 510 എന്താണ് 92 ആണ്. അപ്പൊ ആദ്യം 510 നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. 510. ഓക്കെ, 510 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് 10 അവിടെ കിടക്കുന്നത് അല്ലെ. അപ്പോ 2 വെച്ച് ഹരിക്കാം, 5 വെച്ച് ഹരിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പൊ 2 വെച്ചാണ് സാർ ഇവിടെ ചെയ്യുന്നത്. അപ്പോ 5ല് 2 ടൈംസ് അല്ലെ, 4. അപ്പൊ 11 വന്നു. 11ല് 5 തവണ വരും. സിസ്റ്റം റിമൈൻഡർ 10 വന്നു, 1 വന്നു. അപ്പൊ 10 ഇവിടെ എന്താ 5 വരും. ഓക്കെ, ദെൻ 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോ 25ല് 7, സോറി 8, 7 3 24. 15ല് എന്താണ് 5, 85. എഗെയിൻ എന്താണ് 5 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 8ല് ഒരു തവണ, 35ല് 7 തവണ. സോ 510 എന്ന് പറയുന്നത് 2 into 3 into 5 into 7. ക്ലിയർ? നെക്സ്റ്റ് 192 ആണ്. ഓക്കെ, അപ്പൊ 92ന് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. 2 വെച്ച് ചെയ്യാം. 2 വെച്ച് ചെയ്യുമ്പോൾ ദിസ് ബിക്കം, അതിനകത്ത് എത്ര വശം? 4 8 അല്ലെ, 4 12ല് 3, 43 കിട്ടി അല്ലെ, 43. ഓക്കെ, സോറി 43 അല്ല, 92ല് 4 8 12, 12 എന്ന് പറയുമ്പോൾ 6, 46 കിട്ടി. ദെൻ അഗെയിൻ 2 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2 ആഡ് ചെയ്യുമ്പോൾ 4ല് 2 ടൈംസ് 3 ടൈംസ് 23. 23 ഒരു പ്രൈം നമ്പർ ആണ്, അപ്പൊ പിന്നെ ചെയ്യാൻ കഴിയില്ല. സോ ദിസ് ബിക്കം 2 into 2 into 23. ക്ലിയർ? ദെൻ ഇതിന് നമുക്ക് കണ്ടുപിടിക്കണം HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താണ് ഇതിൽ കോമൺ ആയിട്ടുള്ളത്? എന്താണ് 2 ഉണ്ട്. സോ 2 എഴുതി. വേറെ ആരും തന്നെ കോമൺ ആയിട്ടില്ല. സോ ഇനി LCM. ഓക്കെ, LCM എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ അതിനകത്തുള്ള എല്ലാ നമ്പേഴ്സും എഴുതണം. 2 എഴുതി. പിന്നെ വ്യത്യസ്തമായിട്ട് നമ്പർ വരുന്നത് 3 ആണ്, 3 എഴുതി. പിന്നെ വരുന്നത് 5 ആണ്, 5 എഴുതി. പിന്നെ വരുന്നത് 17 ആണ്, അത് എഴുതി. പിന്നെ വരുന്നത് 23. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 2 എത്ര തവണ വരുന്നു നോക്കണം. അപ്പൊ ഇവിടെ 2 2 തവണ വരുന്നുണ്ട്, കണ്ടോ? അപ്പൊ അത് ഏറ്റവും വലുതാണ് നമ്മൾ എടുക്കേണ്ടത്, LCM. ഇതെങ്ങനെയാണ് കാണുന്നത് മുന്നത്തെ വീഡിയോസിൽ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. ഇൻറ്റു എന്താണ് 3 into 17 into, സോറി 5 into 17 into 23. നല്ല പണിയാണ്. ഇതെല്ലാം കൂടി എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ 4 3 12, 12 into 5, 15 50. 5 എന്താണ് 12 into 5 എന്ന് പറയുമ്പോ 15 50, 2 10 60 വരും. ഇത്രയും സാധനം 60 വരും. ഇൻറ്റു എന്താണ് 17 into എന്താണ് 23. ക്ലിയർ? അപ്പൊ ആദ്യം 17 into 23 നമുക്ക് ചെയ്ത് നോക്കാം. 17 into 20, 7 3 21, ശിഷ്ടം 2, 1 3 3 3 2 5, 7 2 14 4, ശിഷ്ടം 1, 2 2 1 3. സോ 193, 391 ആണ് കേട്ടോ. ഓക്കെ, ഇൻറ്റു 60 ഉണ്ട്. അപ്പോ 391 into 60 6 ഇട്ട് ഗുണിക്കാൻ ലാസ്റ്റ് 0 ചേർത്താണ്. 1 into 6 1 6 9 6 54 4, ശിഷ്ടം 5, 3 18, 18 2 20 23, 2 3 4 6. ക്ലിയർ? ഓക്കെ, ദെൻ അതിന്റെ കൂടെ എന്താണ് ഒരു 0 കൂടി ചേർക്കണം, കാരണം 60യുടെ 0 ഉണ്ട്. ഓക്കെ, 0 ചേർക്കണം. സോ ദിസ് ഈസ് ദ ആൻസർ. സോ ഫൈനൽ ആൻസർ ഈസ് ഇക്വൽ ടു 2 3 4 6 0. വാട്ട് ഈസ് ദിസ്? LCM, ഓൺലി LCM. അപ്പൊ ഇവിടെ LCM മാത്രമേ ആയിട്ടുള്ളൂ അല്ലെ. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? LCMഉം HCF കൂടി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. LCM into HCF ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യണം. ക്ലിയർ? യെസ്. അപ്പോ നമുക്ക് LCM into HCF ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടിയ HCF എന്ന് പറയുന്നത് എത്രയായിരുന്നു? 2 ആയിരുന്നു. LCM എന്ന് പറയുന്നത് എത്രയായിരുന്നു? 23,460. അപ്പൊ ഫസ്റ്റ് ഓഫ് LCM into HCF അത് ചെയ്യാം. is equal to 23460, 23460 into 2. ഓക്കെ, അപ്പൊ ഇത് എടുത്ത് ചെയ്യണം. 23460 into 2 ചെയ്യണം. അപ്പൊ 0 വിട്ടേരും നിങ്ങൾ, 0 ലാസ്റ്റ് ചേർക്കാം. 6 2 12 ശിഷ്ടം 1, 4 8 1
9 3 2 6 2 4. ഓക്കെ, അപ്പൊ 0 ചേർക്കുക. സോ ദ ഫൈനൽ ആൻസർ ഈസ് 46920. ക്ലിയർ? യെസ്. അപ്പൊ നമ്മളിവിടെ എൽസിഎമ്മും HCFും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയും. ഇനി പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ്, ആ രണ്ട് നമ്പറിന്റെ പ്രോഡക്റ്റുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതേ ആൻസർ കിട്ടുമെന്ന് നമ്മൾ തെളിയിക്കണം. ഇവിടെ പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് എന്ന് പറയുന്നത് 51092 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനകത്ത് 51 എടുത്താൽ മതി, 0 ലാസ്റ്റ് ചേർക്കാം. ദറ്റ് ഈസ് 92 ഇൻറ്റു 51. 1 2 2 1 9 9. 2 10 0 ശിഷ്ടം 1 9 5 45 46. സോ 2 9 6 4. ഓക്കെ, നമ്മൾ 0 വിട്ടിട്ടുണ്ടായിരുന്നു, 0 ലാസ്റ്റ് ചേർക്കുക. സോ ഈ ഒരു ആൻസറും നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ ആൻസറും രണ്ടും സെയിം ആണ് അല്ലെ? അപ്പൊ ഇതെന്താണ് വെരിഫൈ ചെയ്തു. ക്ലിയർ? യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് 336ഉം 54ഉം ആണ്. അപ്പൊ 336നെ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. 336 പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പോവാണ് സാറ്. അപ്പൊ ഈ 336ല് നമുക്ക് 2 വെച്ച് ചെയ്യാം. 6ലാണ് അവസാനിക്കുന്നത്, ഈവൻ നമ്പർ ആണ്. 2 വെച്ച് കുറെ അങ്ങോട്ട് പോകും. അപ്പൊ എത്ര കിട്ടും? 3ല് ഒരു തവണ, അപ്പൊ 13 13ല് 336 അല്ലേ? അപ്പൊ 13ല് എത്ര തവണ പോവും? 3ല് ഒരു 13 എന്ന് പറയുമ്പോ 6 2 12 6 അല്ലെ? 6 ടൈംസ്. ക്ലിയർ? 6 2 12. അപ്പൊ പിന്നെ 16 വരും. 16ല് 2 എത്ര? 8 തവണ പോകും. ഓക്കെ, യെസ്. ദെൻ ഈ 8 ലാസ്റ്റ് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 16ല് 8 തവണ, ഇതിനകത്ത് 4 തവണ പോകും. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 4, ഇവിടെ 2. ഓക്കെ, നിങ്ങൾക്ക് 3 വെച്ച് ചെയ്യാം കേട്ടോ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ദിസ് ബിക്കം 2 1. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. ദിസ് ബിക്കം 7. സോ 2 എത്ര തവണ വരുന്നുണ്ട്? അത് ഒരുമിച്ച് എഴുതി. 1 2 3 4 തവണ. 2⁴ ഇൻറ്റു 3 ഇൻറ്റു 7. സോ ഇതാണ് 336ന്റെ പ്രൈം ഫാക്ടേഴ്സ്. നമുക്ക് വേണമെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ചിട്ടൊക്കെ LCM HCF കാണാം കേട്ടോ. ആ മെത്തേഡൊക്കെ സാറ് മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, പാർട്ട് 1 2 3 4ൽ. അത് നിങ്ങൾ കാണുക. ഇപ്പൊ സാറ് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. 54 ഇതുപോലെ 54ന്റെ ചെയ്യണം. 54ന്റെ നമുക്ക് ഇതുപോലെ 2 വെച്ച് ചെയ്യാലോ. 54 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 2 4 14 7 27. 3 വെച്ച് ചെയ്യുമ്പോൾ 9, 3 വെച്ച് ചെയ്യുമ്പോൾ 3. ഓക്കെ, സോ ഇവിടെ 2 ഒരു തവണയേ ഉള്ളൂ, പക്ഷെ 3 എന്ന് പറഞ്ഞ ആള് എന്താണ് 3 തവണ വരുന്നുണ്ട് അല്ലെ? ഓക്കെ, ക്ലിയർ. ദെൻ ഇതിനകത്ത് HCF എന്താ? HCF രണ്ടിലും കോമൺ ആയിട്ടുള്ളത് 2 ഉണ്ട്. അതിന്റെ ഏറ്റവും ലോവസ്റ്റ് പവർ എടുക്കണം. അപ്പൊ 2⁻1. ഓക്കെ, 3 ഇല്ലേ? 3 ഉണ്ട്, കണ്ടോ? രണ്ടിലും കോമൺ ആയിട്ട് അതിന്റെ ഏറ്റവും ലോവസ്റ്റ് ഇവിടെ 3:1 ഉണ്ട്, 3:3 ഉണ്ട്. അപ്പൊ ഏറ്റവും ലോവസ്റ്റ് എടുക്കണം. സോ രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6. ദിസ് ഈസ് HCF. ദെൻ LCM കാണുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാ നമ്പേഴ്സും എഴുതണം. അതായത് അതിനകത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാ നമ്പേഴ്സ് 2 × 3 × 7. അതിനകത്ത് ഏറ്റവും പവർ കൂടിയത് എഴുതണം. 3:3 ആണ്, അപ്പൊ അത് എഴുതുക. അതുപോലെ 2:4 ആണ്, അപ്പൊ അത് എഴുതുക. ക്ലിയർ? അപ്പൊ 2:4 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 2 2 4 തവണ ഗുണിക്കുക. സോ യു വിൽ ഗെറ്റ് 16 ഇൻറ്റു 3 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 × 3 × 3. 3 × 3 9, 9 × 3 27. ഓക്കെ, ഇൻറ്റു 7. സോ 16 × 27 × 7 നിങ്ങൾ ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് 16 ഇൻറ്റു എന്താണ് 7 ചെയ്യാം. ഈ 16 7 കൂടി ഗുണിക്കുക. 6 7 42, 2 ശിഷ്ടം 4, 1 7 7 4 11 112 കിട്ടും. സോ ദിസ് ബിക്കം 112 ഇൻറ്റു 27. ഓക്കെ, അപ്പൊ 112 ഇൻറ്റു 27 ചെയ്യണം. ഇവിടെ ചെയ്യാം. 112 ഇൻറ്റു 27. 7 2 14 4 ശിഷ്ടം 1 1 7 1 8 1 7 7 784. ഓക്കെ, ഈ 2 4 1 2 2 1 1 4 8 4 12 ശിഷ്ടം 1 7 3 10 0 ശിഷ്ടം 1. 2024 കിട്ടും. ഒരു മിനിറ്റ് ഒന്നും കൂടി. 7 2 14 4 ശിഷ്ടം 1 1 7 7 7 1 8 1 7 7. ഓക്കെ, ഈ 2 4 2 2 ഈ 2 4 2 2 2 1 ആണ് ഇവിടെ, 2 ആണ്. ഓക്കെ, സോ ഇത് 4 8 4 2 ശിഷ്ടം 1 3 7 3 0 ശിഷ്ടം 1 3 വരും. ഓക്കെ, സോ ദ ഫൈനൽ ആൻസർ ഈസ് 3024 ആണ് ഫൈനൽ ആൻസർ. ക്ലിയർ? എത്രയാണ്? 30 24.
ഓക്കെ. അപ്പൊ LCM 30 24, HCF എത്രയായിരുന്നു? 6. കിട്ടിയോ? LCM 30 24, HCF എത്രയാണ്? 6. അപ്പൊ നമുക്ക് കിട്ടിയ HCF എടുത്ത് എഴുതാം. HCF is equal to 6, LCM is equal to 30 24. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? LCM into HCF ചെയ്യണം അല്ലെ? ഈക്വൽ ടു 30 24 into 6. 4 ശിഷ്ടം 2, 6 12 2 17 8 ശിഷ്ടം 1, 6 0 0 1 ഇവിടെ കയറ്റി എഴുതുക. 3 6 18. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 18 100 പറഞ്ഞാൽ 4 ശിഷ്ടം 2, 6 12 12 2 14. 14. ഓക്കെ. 18 144 നിങ്ങൾക്ക് രണ്ടും ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ. 18144. ഓക്കെ. ഇനി ഇതിന്റെ ഈ നമ്പേഴ്സ് തമ്മിൽ 336 54 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇത് തന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്കത് ചെയ്യാം. 336 ഇൻറ്റു 54. 6 4 24 4 ശിഷ്ടം 2, 3 4 12 2 14 4 ശിഷ്ടം 1, 3 4 12 1 13. ക്ലിയർ? 6 30 0 ശിഷ്ടം 3, 3 15 3 18 8 ശിഷ്ടം 1, 15 3 3 15 15 1 16. സോ 4 4 8 3 11 1 ശിഷ്ടം 1, 6 1 7 1 8 1. സോ ദ സെയിം ആൻസർ തന്നെ കിട്ടി. കണ്ടോ? ഇവിടെ കിട്ടിയ സെയിം ആൻസർ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇവിടെ കിട്ടി. അപ്പൊ എന്താണ് വെരിഫൈ ചെയ്തു. ക്ലിയർ? യെസ്. ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്. LCM HCF കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് LCM എന്താണ് HCF എന്നൊക്കെ കൃത്യമായിട്ട് ധാരണ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നത്തെ നമ്മുടെ പാർട്ട് 1 2 3 ഒക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് കാണാം. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഐഡിയ കിട്ടും. ക്ലിയർ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ മക്കളെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് LCM ആൻഡ് HCF ഓഫ് ദ ഫോളോയിങ് ഇന്റീജേഴ്സ് ബൈ അപ്ലൈയിങ് ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അതായത് വെരി ഈസി ആണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതിന്റെ എന്താണ് LCM HCF കാണാം. അപ്പൊ ആദ്യം 3 നമ്പേഴ്സ് തന്നിരിക്കുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഈ 3 നമ്പേഴ്സ് സെപ്പറേറ്റ് വേണമെങ്കിൽ ചെയ്യാം, ഒരുമിച്ച് ചെയ്യാനുള്ള മെത്തേഡ് ഉണ്ട്. ഒരുമിച്ച് ചെയ്യാനുള്ള മെത്തേഡ് സാറിന്റെ മുന്നത്തെ വീഡിയോസിൽ പാർട്ട് 1 2 3 പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതാണ് എളുപ്പമെങ്കിൽ ആ രീതി ചെയ്യും. അപ്പൊ ഇവിടെ സാറ് സെപ്പറേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. 12 നമുക്ക് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 12 2 വെച്ച് ചെയ്യുമ്പോൾ 6. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. കണ്ടോ? അപ്പൊ 2 തവണ കിട്ടും. 3 എന്താണ്? ഒരു തവണ. ഓക്കെ. യെസ്. ദെൻ 15 നോക്കാം. 15 ഫാക്ടറൈസ് ചെയ്യുമ്പോ എന്താണ്? 3 into 5. ഓക്കെ. പെട്ടെന്ന് കഴിയും 15. അടുത്ത ആളാരാണ്? 21 ആണ്. 21 നമുക്കറിയാം 3 into 7. ഓക്കെ. ഇതിനകത്ത് HCF കാണാൻ ചോദിക്കുമ്പോൾ HCF എന്ന് പറയുന്നത് 3 കോമൺ ആയിട്ടുള്ളത് 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. സോ HCF is equal to 3. ദെൻ LCM എന്ന് പറയുമ്പോൾ എന്താണ്? 3 കോമൺ അല്ല, ഇതിനകത്തുള്ള നമ്പേഴ്സ് എല്ലാം എഴുതും. അപ്പൊ 2 ഉണ്ട്, അവിടെ 3 ഉണ്ട്, 5 ഉണ്ട്, 7 ഉണ്ട്. ഓക്കെ. ഇങ്ങനെ എഴുതിയിട്ട് ഏറ്റവും പവർ കൂടി എഴുതണം. ഇപ്പൊ 2ന്റെ മീതെ 2 ആണ്, അപ്പൊ അത് എഴുതണം. 3ന്റെ മീതെ എല്ലായിടത്തും 1 ആണ്, അപ്പൊ അത് അങ്ങനെ മതി. 5ന് അങ്ങനെ മതി, 7 അങ്ങനെ മതി. സോ ദിസ് ഇസ് ഈക്വൽ ടു 4 into 3 into 5 into 7. 4 into 3 എന്ന് പറഞ്ഞാൽ 12 into 7 35. 12 into 35 ചെയ്യണം. അപ്പൊ നമുക്ക് നോക്കാം. 12 into 35. 2 0 ശിഷ്ടം 1, 5 1 6, 3 2 6 6 ശിഷ്ടം 1, 1 3 3 1 4. സോ 0 6 12 2 ശിഷ്ടം 1 520. ക്ലിയർ? നോട്ടെ. 2 0 ശിഷ്ടം 1, 5 5 5 1 6 3 2 6 1 3 3 ആണ്. സോറി, 4 അല്ല, 3 1 4 420. ഓക്കെ. സോ ദ ഫൈനൽ ആൻസർ ഈസ് 420. ക്ലിയർ? യെസ്. അപ്പൊ LCM കിട്ടി, HCF കിട്ടി. HCF എത്രയായിരുന്നു? 3. LCM എത്രയാണ്? 420. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരുമ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ്? ഈ 17ഉം 23ഉം 29 ഒക്കെ പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ 17നെ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 17 into 1 എന്ന് എഴുതാൻ പറ്റുള്ളൂ. 23നെ നിങ്ങൾക്ക് എന്താണ്? 23 into 1 അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. 29നെ എന്താണ്? 29 into 1 അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഇതിനകത്ത് HCF എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 കോമൺ ആയിട്ട് 1 ആവും. ഓക്കെ. അപ്പൊ HCF എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ. ദെൻ LCM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം എല്ലാം ഒരു തവണയേ ഉള്ളൂ. 17 into 23 into 29. ഓക്കെ. അപ്പൊ ആദ്യം നമുക്ക് 17 into 21 ചെയ്യാം. 17 into 23. 7 3 21 ശിഷ്ടം 2, 1 3 3 2 5, 7 2 14 4 ശിഷ്ടം 1, 1 2 2 1 3.
So 193. So the final answer is 391. Okay. Into again 29 ചെയ്യണം. അപ്പൊ നമുക്ക് കൂടിയിട്ട് ചെയ്യാം 391 into 29. ഓക്കെ. ഒരു 9 9 9 81 1 ശിഷ്ട 8. ഓക്കെ. 9 27 27 8 എത്ര വരാം 35. ക്ലിയർ? യെസ്. ഒരു 2 2 ഒരു 9 9 സോറി ഒരു 2 2 9 2 12 8 ശിഷ്ടം 1 3 2 6 6 1 7. ഓക്കെ. അപ്പോ ഇവിടെ 9 എഴുതാം 2 1 3 8 5 13 3 ശിഷ്ടം 1 7 1 10 1 11. So the answer is 11339. Clear? So this is our HCF and LCM and this is our HCF. Clear? Yes. നെക്സ്റ്റ് എന്ന് പറയുന്നത് 8 9 25. അപ്പൊ 8ന്റെ അറിയാലോ നമുക്ക് 8 എന്ന് പറഞ്ഞാൽ വെരി ഈസി ആണ് 2 into 2 into 2 പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല 2 into 2 4 4 into 8. 9 എന്ന് പറഞ്ഞാൽ വെരി ഈസി ആണ് 3 into 3. ഓക്കെ. 25 എന്ന് പറഞ്ഞാലോ 5 into 5. ഓക്കെ. ക്ലിയർ? യെസ്. അപ്പൊ ഇതിനകത്ത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി 3ല് ഇല്ല അല്ലെ. ഇവിടെ 2 പക്ഷെ ഇവിടെ ഇല്ല. 3 എല്ലായിടത്തും ഇല്ല. 5 എല്ലായിടത്തും ഇല്ല. അപ്പൊ HCF എന്താ? HCF 1. ദെൻ LCM. LC എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്പേഴ്സ് എടുത്ത് എഴുതാം 2 ഉണ്ട് അതിനകത്ത് 3 ഉണ്ട് പിന്നെന്താണ് 5 ഉണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഇവിടെ എത്ര തവണയുണ്ട്? ദിസ് ഇസ് ഇക്വൽ ടു 2 ക്യൂബ്. അപ്പൊ ഇവിടെ ക്യൂബ് ഇടണം. ഓക്കെ. 3 എത്ര തവണയുണ്ട്? 2 തവണ. ഇവിടെ സ്ക്വയർ ഇടണം. 5 എത്ര തവണ? 2 തവണ. ഇവിടെ 2 ഇടണം. ഓക്കെ. സോ 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8, 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. 9 എത്ര വരാം? അങ്ങനെ ചെയ്യട്ടെ. ഇതിനകത്ത് എളുപ്പം 8 into 25 ചെയ്യാനാണ്. 4 into 25 100 8 into 25 200. ഓക്കെ. 200 into 9 ചെയ്താൽ മതി. അപ്പൊ 9 into 2 എത്രയാണ്? 18 കിട്ടും. 20. ഓക്കെ. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ? അപ്പോ ഇത്രയുമാണ് നമുക്ക് എന്താണ് ഈ ഒരു പാർട്ടിൽ പഠിക്കാനുള്ളത്. ഇതേപോലെ മറ്റ് വീഡിയോസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതാണ്. ഓക്കെ. താങ്ക് യു വൺസ്.